സൺസിറ്റിയുടെ സ്റ്റാച്യു. ഓ നോ, സൂപ്പർ സ്പീഡോ, വേഗം ആ റോപ്പ് കട്ട് ചെയ്യ്. ഇതുവരെ നടക്കാത്തൊരു സംഭവം ഇന്ന് ആദ്യമായി നടന്നിരിക്കുകയാണ്. ആദ്യം സിറ്റിക്കകത്ത് കൊള്ളയടിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഇപ്പോ ടോട്ടൽ സിറ്റിയും കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതെ, നിങ്ങൾ കേട്ടതെല്ലാം സത്യമാണ്. ടോട്ടൽ സിറ്റിയും കൊള്ളയടിച്ചിരിക്കുകയാണ്. മുഴുവൻ സിറ്റിയും കൊള്ളയടിച്ചെന്നോ? ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാ. ആ, എന്റെ ദൈവമേ. അത്തരം കൊള്ളയടിച്ചു കൊണ്ടുപോയ സിറ്റീസിന്റെ പേരുകൾ: യുഎസ്എയിൽ ന്യൂയോർക്ക്, ഫ്രാൻസിൽ പാരീസ്, ജപ്പാനിൽ ടോക്കിയോ, ഓസ്ട്രേലിയയിൽ സിഡ്നി, പിന്നെ ഇപ്പോ ദുബായ്. എല്ലാവരും പറയുന്നത് ഈ കൊള്ള സംഭവത്തിന് പുറകിൽ സിറ്റി ഹണ്ടർ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ സിറ്റി ഹണ്ടർ ആരാണ്? അവൻ എവിടെയാ ഉള്ളത്? സിറ്റീസ് എല്ലാം അടിച്ചു മാറ്റി അവൻ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ആർക്കും അറിയില്ല. ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. സിറ്റി ഹണ്ടറോ എന്ന് വെച്ചാ സിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് കൊള്ളയടിക്കുന്നു അർത്ഥം. ഇത്ര വലിയ സിറ്റി മുഴുവനും കൊള്ളയടിച്ച് ഇവൻ ഇത് എവിടെ കൊണ്ടുപോയാ വെക്കുന്നേ? കള്ളൻ ലോകത്തിലെ ബെസ്റ്റ് സിറ്റീസ് തെരഞ്ഞെടുത്ത് കൊള്ളയടിക്കാണ്. നമ്മുടെ സൺസിറ്റിയും വൺ ഓഫ് ദി ബെസ്റ്റ് സിറ്റീസിൽ വരും. ചിലപ്പോ ആ കള്ളൻ നമ്മുടെ സൺസിറ്റിയും കൊള്ളയടിക്കാനായി വരാൻ സാധ്യതയുണ്ട്. മമ്മി, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? പണം, ഡയമണ്ട്സ്, ഗോൾഡ് ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയല്ലോ, അതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ടോട്ടൽ സിറ്റിയും കൊള്ളയടിച്ചു പോയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് പോയി താമസിക്കുന്നത്? അയ്യോ, ആ സിറ്റി കള്ളൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ എന്റെ ടൂൾസ് ഉപയോഗിച്ച് ആ കള്ളനെ ഒരു വഴിയാക്കാതെ വിടുന്ന പ്രശ്നമില്ല. കാര്യത്തിനെ കുറിച്ച് പറയണമെങ്കിൽ പെട്ടെന്ന് ഇത്തരം ഒരു ഭൂകമ്പം എങ്ങനെയാ ഉണ്ടായത്? ഓടിക്കോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ. എനിക്ക് തോന്നുന്നത് ഭൂകമ്പത്തിന്റെ അറ്റാക്ക് കഴിഞ്ഞെന്നാണ് കേട്ടോ. നാട്ടിലെ ജനങ്ങൾ നാല് വിധത്തിൽ സംസാരിക്കും, പക്ഷെ ആരും റൂമേഴ്സ് വിശ്വസിച്ച് മണ്ടന്മാരാവരുത്. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിയെന്നാ. ഒരുതരം ഭൂകമ്പം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നാ. റിക്ടർ സ്കെയിലിൽ റീഡിംഗ് 0 എന്നാ കാണിക്കുന്നത്. പ്ലാസ്റ്റിക് സ്കെയിൽ, വുഡൻ സ്കെയിൽ ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ റിക്ടർ സ്കെയിൽ എന്ന് വെച്ചാൽ എന്താ? ആ സ്കെയിൽ വെച്ചാണ് എർത്ത്ക്വേക്കിന്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ റിക്ടർ സ്കെയിൽ. ശരിയല്ലേ കീക്കോ? ട്വിങ്കിൾ. പക്ഷെ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ, ഇത്തരം ഒരു നടുക്കം ഭൂകമ്പം കൊണ്ടല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? ഭൂകമ്പം എത്തിയെന്നാണ് തോന്നുന്നത്. ഇത് എർത്ത്ക്വേക്ക് അല്ല, മറ്റൊന്നാണ്. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. തീർച്ചയായും ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. മമ്മി, സൺസിറ്റി എങ്ങനെയാ ഇപ്പൊ തന്നെ പറക്കുന്നത്? മമ്മി, എന്നെ രക്ഷിക്കണേ. ആരോ സൺസിറ്റിയെ കൊള്ളയടിക്കാന്നാ തോന്നുന്നേ. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ, സൺസിറ്റി ആരോ കൊള്ളയടിച്ചിരിക്കുക. ഉടനെ നമുക്ക് ആ കള്ളനെ കണ്ടുപിടിക്കണം. ഡോണ്ട് വറി കീക്കോ, നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ സൺസിറ്റിയെ മാത്രമല്ല ഒരു കുട്ടിയുടെ വിസിൽ പോലും ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. വേഗം വാ സൂപ്പർ സ്പീഡോ, ആദ്യം നമുക്ക് ജനങ്ങളെ രക്ഷിച്ചേ പറ്റൂ. രക്ഷിക്കൂ. അങ്ങോട്ട് നോക്ക്, ആ ബിൽഡിംഗ് വീഴുമെന്നാ തോന്നുന്നേ. ഫോർമുല നമ്പർ 143 അപ്ലൈ ചെയ്യ്. ഓക്കെ ഡൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 143. കീക്കോ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. സൺസിറ്റി എങ്ങനെയാണ് ഇങ്ങനെ മൂവ് ആവുന്നത്? അങ്ങോട്ട് നോക്ക് സൂപ്പർ സ്പീഡോ, അതിന്റെ കാരണം ആ വീൽസ് ആണ്. ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് ബ്രോ, ഫോർമുല 45 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആ വീൽ ഞാൻ ചിന്ന ഭിന്നമാക്കും. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ പറ്റിപ്പോയത്? എന്റെ റോക്കറ്റ്സ് ആണല്ലോ ചിന്ന ഭിന്നമായി പോയത്. ഈ വീൽസ് ഒരുപാട് സ്ട്രോങ് ആണ് സൂപ്പർ സ്പീഡോ. ഇതിനെ തടഞ്ഞു നിർത്താൻ നമ്മൾ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. അതിനൊരു വഴിയുണ്ട്. ഫോർമുല നമ്പർ 298 അപ്ലൈ ചെയ്യ്. ബ്രില്യന്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 298. സൺസിറ്റിയുടെ സ്റ്റാച്യു. ഓ നോ സൂപ്പർ സ്പീഡോ, വേഗം ആ റോപ്പ് കട്ട് ചെയ്യ്. ഇത്തരം സിറ്റീസിനെ കൊള്ളയടിക്കുന്നത് ആരായിരിക്കും? സിറ്റി കൊള്ളയടിക്കുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ദേ അങ്ങോട്ട് നോക്ക്. ഷെടാ എന്റെ ദൈവമേ, ഈ സിറ്റിയൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? ദേ അത് കണ്ടോ, ആദ്യം ന്യൂയോർക്ക് ഉണ്ട്, പിന്നെ ദുബായ്, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ പാരീസ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഈ സിറ്റീസ് എല്ലാം കൊള്ളയടിച്ച കള്ളൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അവൻ എവിടെയായിരിക്കും പതുങ്ങിയിരിക്കുന്നത്? കീക്കോ, എനിക്ക് തോന്നുന്നത് പറയട്ടെ. ഈ കൊള്ള സംഭവത്തിന്റെ മാസ്റ്റർ മൈൻഡ് സിറ്റി ഹണ്ടർ അതിനകത്തുണ്ടായിരിക്കും. സിറ്റി ഹണ്ടർ. അതിസുന്ദരമായ സിറ്റീസ് മൊത്തം ഞാൻ കൊള്ളയടിക്കും, ഒന്നും ബാക്കി വെക്കില്ല. കൊച്ചു പ്രായം മുതൽ ലോകത്തിലെ ബ്യൂട്ടിഫുൾ ആയ സിറ്റീസ് ഒക്കെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് സിറ്റീസ് മൊത്തവും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ഇന്നു മുതൽ ദിവസവും ഈ കാണുന്ന സിറ്റീസിൽ ഞാൻ ജോളിയായി ചുറ്റിക്കറങ്ങി നടക്കും. എന്താ അവിടെ കുറച്ചു പേര് കൂടി നിന്നിങ്ങനെ സംസാരിക്കുന്നത്? അതെന്താണെന്നൊന്ന് അറിയണമല്ലോ.
സൂപ്പർ സ്പീഡോ അത് വളരെ വലുതാണ്. ഹാ ഹാ വളരെ 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 വലുതാണത്. എന്റെ വിശപ്പിനെക്കാട്ടും വളരെ വലുതാണത്. പറഞ്ഞത് ശരിയാണ് കീക്കോ. ആ ആനയുടെ മുൻപിൽ നമ്മൾ വെറും കട്ടുറുമ്പാണ്. എനിക്ക് തോന്നുന്നത് ഈ സിറ്റീസിനെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന മാസ്റ്റർ മൈൻഡ് തീർച്ചയായും ആ വെഹിക്കിളിനകത്ത് കാണുമായിരിക്കും. അതല്ല ഓക്കെ, പക്ഷെ ആനയുടെ അടുത്ത് അല്ല, ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ വെഹിക്കിളിന്റെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്? മേരാങ്കൾ അതെപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. ആനയും ഉറുമ്പും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോ എല്ലാ തവണയും ഉറുമ്പ് തോൽക്കണമെന്നില്ലല്ലോ. ഉറുമ്പ് ആനയുടെ കാതിലൊന്ന് കയറിയാൽ മതി, ആനയുടെ ജീവൻ പോവും. ശരിയാണ് പറഞ്ഞത് കീക്കോ. നമുക്കിപ്പോൾ ആ ആനയെ മാത്രം മതി. അവിടെ കയറി ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അതെ സൂപ്പർ സ്പീഡോ, നമ്മൾ ഇത്തവണ കിക്ക് മാത്രമല്ല ട്രിക്കും യൂസ് ചെയ്യണം. അത് കീക്കോയും സൂപ്പർ സ്പീഡോയുമല്ലേ? നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഞാൻ ഓൾറെഡി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയ ടൈമേഴ്സ് ഇപ്പോൾ നിങ്ങളെ തകർത്തെറിയാൻ പോവുകയാണ്. ഓക്കെ, അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആ സിറ്റി ക്രോസ് ചെയ്തിട്ട് അവിടെയുള്ള ആ വലിയ വെഹിക്കിളിന് അടുത്തേക്ക് ചെല്ലാം. എനിക്ക് തോന്നുന്നത് ആ വലിയ വെഹിക്കിളിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് വേറൊരു വലിയ സാധനം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അങ്ങോട്ട് നോക്കി കീക്കോ. അതിന് 100 ആനകളുടെ ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒറ്റ തട്ടിനല്ലേ കീക്കോ അവൻ എന്നെ ഡാമേജ് ചെയ്ത് കളഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ബോണറ്റും ഡിക്കിയും ഇപ്പോൾ ഒന്നായി പോയി. ഇപ്പൊ കീക്കോയും സൂപ്പർ സ്പീഡോയും എന്റെ ഈ റോക്കറ്റ് അറ്റാക്കിൽ ചിന്നാഭിന്നമായി ചിതറിപ്പോയി. സിറ്റി ഹണ്ടർ! അതിസുന്ദരമായ സിറ്റീസ് മൊത്തം ഞാൻ കൊള്ളയടിക്കും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല, വിടില്ല ഞാൻ. വീണ്ടും ആ റോക്കറ്റ് നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് ഫോർമുല നമ്പർ 177 അപ്ലൈ ചെയ്യുക. കീക്കോ, ആ ട്രേമറിന്റെ ഔട്ടർ കവർ വളരെ സ്ട്രോങ് ആണെന്നാണ് തോന്നുന്നത്. ലേസറിന് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 742. ഷുവർ കീക്കോ. നീ പറഞ്ഞത് വളരെ ശരിയാണ് കീക്കോ. ട്രേമറിന്റെ ഉൾഭാഗം വളരെ വീക്കാണ്. ഇല്ല, അവർ രണ്ടുപേരും ചേർന്ന് എന്റെ ഏറ്റവും വലിയ ആയുധത്തിനെ ചിന്ന ഭിന്നമായി ചിതറിപ്പിച്ചു. മതി കളി, ഇനി ഞാൻ അവരെ വിട്ടുവെക്കില്ല. ഇപ്പൊ നമുക്ക് നോക്കാം, പാരീസിൽ ഞാൻ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡ് മൈനിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. കീക്കോ, ഇവിടെ ഒരുപാട് ലാൻഡ് മൈൻസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? സൂപ്പർ സ്പീഡോ, ലാൻഡ് മൈൻസ് എപ്പോഴാ ബ്ലാസ്റ്റ് ആവുന്നെന്ന് അറിയാലോ. അതിന്റെ മുകളിൽ വെയിറ്റ് കൊടുക്കുമ്പോഴാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഫോർമുല നമ്പർ 88 അപ്ലൈ ചെയ്യ്. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. എനിക്ക് തോന്നുന്നത് ഈ കൊള്ള സംഭവത്തിന്റെ മാസ്റ്റർ മൈൻഡ് മേളിലിരുന്ന് കൺട്രോൾ ചെയ്യാണെന്നാ. വാ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം.
സിറ്റി ഹണ്ടർ. അതിസുന്ദരമായ സിറ്റീസ് മൊത്തം ഞാൻ അടിച്ചു മാറ്റും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. ഞാൻ നിങ്ങൾ രണ്ടാൾക്കും ലാസ്റ്റ് വാർണിംഗ് തരികയാണ്. എന്റെ റൂട്ടിൽ ക്രോസ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, വേഗം. സിറ്റി ഹണ്ടർ, നീ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ അത് വളരെ റോങ്ങാ. എല്ലാ സിറ്റീസും അതിന്റെ സ്ഥലത്തേക്ക് തിരിച്ചയക്കേ. ആണോ? ഒരു പക്ഷെ അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂ? അങ്ങനെ നീ പറഞ്ഞാൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ആണോ? സിറ്റി ഹണ്ടറിനെ ആര് വന്ന് ബ്ലാക്ക്മെയിൽ ചെയ്താലും ശരി, അവരെ ഈ സിറ്റി ഹണ്ടർ ദൗഡ് പൊടിയാക്കും. സിറ്റി ഹണ്ടർ, അതിമനോഹരമായ സിറ്റീസ് ഞാൻ അടിച്ചു മാറ്റും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. സിറ്റി ഹണ്ടർ എല്ലാ സിറ്റീസും അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. ഇവര് രണ്ടുപേരും തേനീച്ചകളെ പോലെ എന്നെ വിടാതെ ഫോളോ ചെയ്ത് വരികയാണല്ലോ. സാരമില്ല, ഇപ്പൊ തന്നെ ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നത് ഈ ഗിയേഴ്സിനുള്ളിൽ പെട്ടുപോയാൽ ഞാൻ ചട്നിയാക്കി പോകും. കീക്കോ, ഗിയേഴ്സിനും തടഞ്ഞു നിർത്തൂ, അല്ലെങ്കിൽ ഈ ഡാമേജ് ഒന്ന് ശരിയാക്കി എടുക്കാൻ ഒരുപാട് സമയമെടുക്കും. താങ്ക് യു കീക്കോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്? ഡോറും ക്ലോസ് ആയി പോയല്ലോ. അതിനും ഒരു വഴിയുണ്ട്. ബ്രേക്സ് എന്താ ഒന്നും വർക്കാവാത്തത്? ഇവര് രണ്ടുപേരും ചേർന്ന് എന്റെ മനസമാധാനം ഇല്ലാതാക്കിയിരിക്കുക. പക്ഷേ ഇപ്പൊ ഇവർക്ക് സിറ്റി ഹണ്ടറുമായി ഏറ്റുമുട്ടിയതിനുള്ള ശിക്ഷ തീർച്ചയായും ലഭിക്കും. എല്ലാ സിറ്റീസിന്റെ ഒപ്പം ചേർന്ന് കീക്കോയും പിന്നെ സൂപ്പർ സ്പീഡോയും കടലിനടിയിൽ പോയി ചേരും. സിറ്റി ഹണ്ടർ, ഇനി നിങ്ങളെല്ലാം കടലിൽ മുങ്ങി ചത്തുപോകും. ഞാൻ പോവാണ്. ടാറ്റാ, ബൈ, സീ യു. സിറ്റി ഹണ്ടർ, അതിസുന്ദരമായ സിറ്റീസ് എല്ലാം ഞാൻ അടിച്ചു മാറ്റും. ഒന്നും ബാക്കി വെക്കില്ല. സൂപ്പർ സ്പീഡോ, നീ ഈ സിറ്റീസ് ഒന്നും കടലിൽ വീഴാതെ സൂക്ഷിച്ചോ. ഈ സിറ്റി ഹണ്ടറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ബ്രോ, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. ചേട്ടാ, ഇവനൊരു തേനീച്ചയെ പോലെ എന്നെ ഫോളോ ചെയ്ത് വരികയാണല്ലോ. വഴിന്ന് മാറടാ.
ഇത്രയും സിറ്റീസിനെ എങ്ങനെയാണ് ഒറ്റയടിക്ക് തടഞ്ഞു നിർത്തുന്നത്? കീക്കോയോട് തന്നെ ചോദിക്കാം, ഐഡിയ പറഞ്ഞു തരും. കീക്കോ, സിറ്റീസ് ഒക്കെ കുറച്ചു സമയത്തിനുള്ളിൽ കടലിനടിയിലേക്ക് പോകും. സിറ്റിനടിയിലുള്ള ആ വീലുകൾ സിറ്റീസിനൊക്കെ ഫുൾ സ്പീഡിൽ കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 456. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 456. ഇനി നീ കുരങ്ങനെ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നാ മതി. ഞാനങ്ങ് പോവുക. ബാക്കിയുള്ള സിറ്റീസ് ഞാൻ അടിച്ചു മാറ്റാൻ പോവുക. സിറ്റി ഹണ്ടർ. മനോഹരമായ സിറ്റീസ് മൊത്തം ഞാൻ അടിച്ചു മാറ്റും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 45. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി ഒരുപാട് അഭ്യാസം കാണിച്ച അവസാനം എവിടെ വന്ന് കിടക്കുന്നെന്ന് കണ്ടോടാ. എന്ത് എന്ന് വെച്ചാൽ? സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.